മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ചുള്ള ആശങ്ക ജനങ്ങൾ തന്നെ തത്സമയം പങ്കുവയ്ക്കുകയാണ്. അത് മുല്ലപ്പെരിയാറിൽ നിന്ന് ഇടുക്കി ഡാമിലേക്കുള്ള ആ വഴികളിലുള്ള ആളുകൾ മാത്രമല്ല, ഇടുക്കി ഡാമിനും അപ്പുറം താമസിക്കുന്ന ആളുകൾ, അതങ്ങോട്ട് മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ പോലും ഇക്കാര്യത്തിൽ ആശങ്കയിലാണ്. കാരണം ഈ വരുന്ന വഴിക്ക് തന്നെ പല ഡാമുകളും തുറക്കേണ്ടി വരും, അല്ലെങ്കിൽ പല ഡാമുകളിലും ജലനിരപ്പ് ഉയരും. ഇങ്ങനെ പല പ്രശ്നങ്ങൾ പല ജില്ലകളാണ് മുല്ലപ്പെരിയാറിന്റെ ആശങ്ക പങ്കുവെക്കുന്നത്. ആ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ വന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോട്ടയം ജില്ല. കോട്ടയം ജില്ലയിലെ വെള്ളൂരിലാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് ഉള്ളത്, അല്ലേ? ശ്രീജിത്ത്, ഏത് സ്ഥലത്താണ് കൃത്യമായിട്ട് ശ്രീജിത്ത് ഇപ്പോൾ ഉള്ളത്? മൂവാറ്റുപുഴയാറിന്റെ തീരമാണെന്നറിയാം. അതിൽ തന്നെ കൃത്യമായിട്ട് ഏത് പ്രദേശമാണ്? അവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് പറയുവാനുള്ളത്? മഞ്ജുഷിനെ നേരിട്ട് അറിയാവുന്ന സ്ഥലം കൂടിയാണ് ചെറുകര പാലം, വെള്ളൂർ. അവിടെയാണ് ഉള്ളത്. ഏതാണ്ട് താങ്കളുടെ വീടിന്റെ കുറച്ചടുത്ത് എന്ന് തന്നെ പറയാവുന്ന സ്ഥലം കൂടിയാണ്. എന്തായാലും ഇവിടുത്തെ ഒരുപറ്റം മനുഷ്യർ നമ്മളോടൊപ്പം ഉണ്ട്. വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരും മനുഷ്യർ സാധാരണ ഇവിടെ അയൽവാസികളായിട്ടൊക്കെ ഉള്ളവരാണ്. നമുക്ക് അവരോട് സംസാരിച്ചു തുടങ്ങാം. എന്താണ് ഈ പുതിയൊരു ആശങ്കയായിട്ട് ഇപ്പൊ വീണ്ടും ഉയർന്നു വരികയാണ്? ഇതിപ്പോ 2018 പ്രളയത്തിന് ശേഷം പൊതുവെ എല്ലാ മഴക്കാലത്തും നമ്മുടെ പ്രദേശങ്ങളിൽ ഈ ആശങ്ക നിലനിൽക്കുന്നതാണ്. അത് സ്വാഭാവികമായും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ആ വിഷയത്തിനകത്തൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാന ഘടകമാണ്. ഇപ്പോൾ 2018 പ്രളയത്തിന് ശേഷം നമ്മുടെ പുഴയിലെല്ലാം മണൽ വന്നടിഞ്ഞ് നീരൊഴുക്ക് അതിൻ്റെ ഒരു ഗതി മാറിയാണ് പലപ്പോഴും നമ്മുടെ തീരങ്ങളിടയിൽ നടക്കുമുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ മഴക്കാലത്തുമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മുല്ലപ്പെരിയാർ ഒരു ആശങ്കയായി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ തീരങ്ങളിലുള്ളവരും അല്ലാത്തവരും എല്ലാം വലിയ ഭയാനകമായ ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും ഇപ്പോൾ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ഹരിത ട്രൈബ്യൂണൽ വിധിയെല്ലാം ഇതിനെ ഒരു ഘടകമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കപ്പെടുക എന്നുള്ളത് ഒരു വെല്ലുവിളികൾ ഉണ്ടെങ്കിലും പരിഹരിക്കപ്പെടണം. അത് പരിഹരിക്കപ്പെടുക എന്നുള്ളത് ഒരു നിയമനിർമ്മാണത്തിലൂടെ മാത്രമാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇതിനകത്ത് ശക്തമായ ഒരു നിയമനിർമ്മാണം കൊണ്ടുവരികയും ഇതിന്റെ ഒരു ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിലേക്ക്, ഡാമുകളുടെ ഒരു ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റ് സ്വയമേ അത് ഏറ്റെടുക്കും. ഇപ്പോൾ അന്തർ സംസ്ഥാന വിഷയമായി ഇത് നിലനിൽക്കുകയാണ്. ഇത് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് സംസ്ഥാനങ്ങൾ ദീർഘകാലമായി ചർച്ചകളിലൂടെയും മറ്റ് നിയമ നടപടികളിലൂടെയും ഒക്കെ പോയിട്ടും അത് പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഇതിനകത്ത് ആശങ്ക പരിഹരിക്കാനുള്ള നിലപാട് എടുത്തുകൊണ്ട് കടന്നു വരണമെന്നും ഒരു നിയമനിർമ്മാണം തന്നെ ഇതിന് ആവശ്യമാണെന്നുമാണ് ഞങ്ങൾക്ക് പറയുന്നത്. ഇപ്പോ പലരുണ്ട്, എല്ലാവരോടും സംസാരിക്കാം. പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയുണ്ട്. എന്താണ് ഈ നാട്ടില് കുറച്ച് വെള്ളപ്പൊക്ക ബാധിത പ്രദേശം തന്നെയാണ്, അല്ലെ? വെള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ 3/4% കൂടി ഒഴുകുന്നതാണ് മൂവാറ്റുപുഴയാറ്. 2018 വെള്ളപ്പൊക്കം ഏകദേശം എല്ലാ വാർഡുകളെയും തന്നെ ബാധിച്ചതാണ്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് തീരം സ്ഥിരമായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കണം. അതിനോട് റവന്യൂ വകുപ്പ് കുറച്ച് സ്ഥലങ്ങളിലെല്ലാം നമുക്ക് മൺതിട്ട കൊണ്ട് കെട്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ പ്രാവശ്യം അതൊന്നും കൊണ്ട് ഈ മുല്ലപ്പെരിയാറിന്റെ ആശങ്ക പരിഹരിക്കാവുന്നല്ലേ? അല്ലല്ല, ചെറിയ കെട്ടുകളോ തടയണകളോ കൊണ്ടൊന്നും പരിഹരിക്കാവുന്ന. ജനങ്ങളുടെ ആശങ്ക എങ്ങനെ പരിഹരിക്കപ്പെടുന്നു അതിലാണ് നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധ. ഇത് ഒരു ജലബോംബെന്നുള്ള പറയുന്നത് രീതിയിൽ ഓരോ ദിവസവും ഇത് കടന്നു പോകുന്നത് മാനസികമായ ഒരു ബുദ്ധിമുട്ടിലൂടെയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരും നമ്മളോട് പറയുന്ന ആശങ്ക എന്ന് പറയണം മുല്ലപ്പെരിയാർ എന്നുള്ള ഒരു രീതിയിലാണ് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കണം. കേന്ദ്രവും സംസ്ഥാന ഗവൺമെന്റുകളും ഉൾപ്പെടെ എല്ലാവരും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഏർപ്പെടുത്തണമെന്നാണ് വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെ ആവശ്യം. എന്താട്ടെ, ഇതൊരു രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള എല്ലാവരുടെയും ആവശ്യമാണ്. ഈ പ്രദേശമൊക്കെ അത് അഫക്റ്റ് ചെയ്യുമെന്നുള്ള പേടി തന്നെയാണോ നിങ്ങൾക്ക്? അതായത് ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ രാഷ്ട്രീയമെല്ലാം ഇതിനകത്ത് മാറ്റിവെക്കുക. കേരള സംസ്ഥാനത്തിനോട് വളരെ അനുഭാവപൂർവമായ ഒരു സമീപനം സ്വീകരിക്കുന്ന അയൽ സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയമായിട്ടൊരു ബലാബലത്തിൻ്റെ ഒരു അവസരം അവിടെ വരുന്നില്ല. ഇത് ഫെഡറൽ സംവിധാനത്തിൽ അല്ലാതെ തന്നെ നമ്മുടെ ഫെഡറലിസത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൈകടത്താറുണ്ട് പല സമയത്തും. ഇങ്ങനെ ഒരു ഭീകരമായ ഒരു അവസ്ഥയിൽ, അതായത് ഒരു സംസ്ഥാനത്തെ പകുതിയോളം ജനങ്ങൾ തന്നെ വളരെ ഭയാനകമായ ഒരു സിറ്റുവേഷനിൽ ജീവിക്കുമ്പോൾ അതിനൊരു തടയിടുവാൻ വേണ്ടിയിട്ട് കേന്ദ്രം ഇതിനകത്തൊരു ഇടപെട്ടുകൊണ്ട് മുൻകൈ എടുക്കണം. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ഇതിനകത്ത് മുൻകൈ എടുത്തുകൊണ്ട് തമിഴ്നാടിനും പറഞ്ഞ് മനസ്സിലാക്കുക, കേരളത്തിന് ഞങ്ങൾക്ക് വെള്ളമല്ല വേണ്ടത്, വെള്ളം തമിഴ്നാട് കൊടുത്തോട്ടെ, അവർക്ക് ആവശ്യമുള്ള വെള്ളം എടുത്തോട്ടെ. പക്ഷെ കേരളത്തിന്റെ 4-5 ജില്ലകൾ തന്നെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. എന്തെങ്കിലും ഉണ്ടായിട്ട് നമ്മൾ കൈയും കാലിട്ട് അടിച്ച് കുറെ ധനസഹായമോ അല്ലെങ്കിൽ പ്രളയത്തിൽ നമുക്ക് കിട്ടിയതുപോലെയുള്ള സഹായമൊന്നും അല്ല നമ്മൾ പ്രതി. നമ്മുടെ ജീവൻ, എല്ലാവർക്കും ജീവനെ പേടി, ജീവൻ എന്നുള്ളതാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഏറ്റവും വിലപ്പെട്ട ജീവനത്തിനപ്പുറം വിലപ്പെട്ടതായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊരു അന്തർ സംസ്ഥാന പ്രശ്നമായത്, ഇവിടെ പറഞ്ഞ പോലെ ഒരു അന്തർ സംസ്ഥാന പ്രശ്നമായതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും രണ്ട് ഗവൺമെന്റുകൾ കൂടി ആലോചിച്ച് ഈ ജലബോംബ് എന്ന ജനങ്ങളുടെ ഭീതി അകറ്റേണ്ടത് തന്നെയാണ്.
ഇത്തവണ എന്തായിട്ട് ഈ വെള്ളപ്പൊക്കവും പുതിയ വയനാട് സംഭവമൊക്കെ കൊണ്ടാണോ നിങ്ങൾ ഇതൊരു കൂടുതൽ ആശങ്കയായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? ഇത്രയും പഴക്കമുള്ള ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭയാനകമായ രീതിയിലുള്ള നമ്മുടെ ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ഡാം എത്രയും വേഗം പുതുക്കിപ്പണിയാനുള്ള സംവിധാനം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഏർപ്പെടുത്തുകയും ജനങ്ങൾക്കും ജീവനും സ്വത്ത് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട വളരെ അത്യാവശ്യമായ കാര്യമാണ്. അത് തമിഴ്നാടിന് അതുപോലെ തന്നെ തമിഴ്നാടിന് വെള്ളം കൊടുക്കുകയും വേണം. എന്താ ചേട്ടാ ഒരു പേടി ഇപ്പൊ പുതുതായിട്ടുണ്ടോ? എന്താ വീടെന്ന് പറഞ്ഞാൽ ഈ 2018 വെള്ളം കയറിയപ്പോഴേ എൻ്റെ വീട് മാത്രമേ കയറത്തുള്ളൂ, നേരെ കാണുന്ന വീടാണ്. അപ്പോൾ അന്നൊരു ഭയമില്ലായിരുന്നു. പക്ഷേ ഈ വയനാട് ദുരന്തത്തോടു കൂടി ഇപ്പോൾ മൊത്തത്തിൽ ആൾക്കാർക്കിടെ ഒരു ഭയം ഉണ്ടായിട്ടുണ്ട് ഈ മുല്ലപ്പെരിയാർ കൂടി ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് പത്രവാർത്തകൾ മുല്ലപ്പെരിയാർ വരാൻ തുടങ്ങിയപ്പം ആൾക്കാർ മൊത്തം ഒരു ആശങ്കയിലാണ്. അപ്പോൾ അതിന് കേന്ദ്ര സർക്കാരും നിയമ സംവിധാനവും കൂടി ഇടപെട്ട് സാധ്യത പരിഹാരം ഉണ്ടാക്കും. എന്താ ചേട്ടാ തോന്നുന്നു? ഈ കേരളത്തിൻ്റെ സുരക്ഷയും തമിഴ്നാടിന് വെള്ളവും എന്നുള്ള കാര്യത്തിൽ ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് ആർക്കും ഒരു തർക്കമില്ലാത്ത കാര്യമല്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷ എന്നുള്ള കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. കാരണം ഓരോ സമയവും പ്രളയങ്ങൾ ഒരു ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഒരു വികാരം എപ്പോഴും. ദുരന്തത്തിന് ശേഷം പ്രവർത്തിച്ചാൽ പോരാ, അതിനു മുമ്പ് തന്നെ ഇതിന് ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ എത്രയോ വർഷമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇതുവരെയും കേന്ദ്ര ഗവൺമെൻറ്റോ അത് സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് അതിന് പരിഹരിക്കുവാനായിട്ട് ഇതുവരെ ഒരു ശാശ്വത തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് തർക്കം ഇപ്പോഴും ആ തർക്കം മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ ജീവന ഭീഷണിയായ കാര്യങ്ങൾ മാറ്റി ഒരു പുതിയ ഡാമാണെങ്കിൽ പുതിയ ഡാം ഉണ്ടാകണം എന്ന് തന്നെയാണ് ജനങ്ങളുടെ ആവശ്യം എന്നുള്ള തർക്കമില്ല. എന്തായാലും ഒരു സൊല്യൂഷൻ വേണം അല്ലേ? ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല. ഒരു സൊല്യൂഷൻ ഉണ്ടാകണം. കാരണം വെച്ചാൽ 130 വർഷം പഴക്കമുള്ള ഒരു ഡാം അത് ലോകത്ത് മറ്റൊരിടത്തും കാണാൻ സാധ്യതയില്ല. അതിനെക്കുറിച്ചുള്ള ആശങ്ക, അതായത് കേരളത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രകൃതി ദുരന്തങ്ങളാണ് ജനങ്ങളെ ഇത്രയും ആശങ്കയിലേക്ക് മാറ്റിയിരിക്കുന്നത്. കാരണം ഏതൊരു നിമിഷവും ഈ ജലബോംബ് പൊട്ടിത്തെറിക്കാം, ആയിരങ്ങൾ 10,000 നഷ്ടപ്പെട്ടേക്കാം, മനുഷ്യജീവൻ. ഈ വയനാടൊക്കെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടതുകൊണ്ട് ഒരു ആശങ്ക കൂടുതലുണ്ട്. ആശങ്ക തന്നെ കൂടുതൽ. കാരണം കേരളത്തിൻ്റെ ഭൂപ്രകൃതി അങ്ങനെയാണല്ലോ, പ്രകൃതി ദുരന്തങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മുല്ലപ്പെരിയാർ കേരളത്തിന്റെ ഒരു പുതിയ സാഹചര്യത്തിൽ ഈ ഒരു ഇത് അതിവൃഷ്ടിയൊക്കെ കൂടുതലാകുന്ന സാഹചര്യത്തിൽ കോടതികളും ഇതൊന്ന് പുതുതായി പരിഗണിക്കണം എന്ന് തോന്നുന്നുണ്ടോ? കോടതി ഇതിനകത്ത് തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ടതാണ്. കോടതി പഠനം കേന്ദ്ര ഗവൺമെൻറ് ബന്ധപ്പെടണം. ശരിക്കും പറഞ്ഞാൽ 2018 മുതൽ ഇവിടെയുള്ള ആൾക്കാർ വളരെ ഭീതിയിലാണ്. കാരണം വെച്ചാൽ ഇവിടെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒന്ന് തുടിക്കുമ്പോൾ വെള്ളം കയറുമല്ലോ. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ വിഷയം അന്ന് മുതലുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ ഇവിടെയുള്ള മനുഷ്യർ ജീവിക്കും? ഇവിടെ തമിഴ്നാടിന് വെള്ളം കൊടുക്കുമോ, എന്ത് വേണമെങ്കിലും കൊടുത്തോട്ടെ, അതല്ല വിഷയം. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ പഞ്ചായത്ത് എറണാകുളം ജില്ലയുടെ പകുതിയായിട്ട് കൂടുതൽ എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ കോട്ടയം ജില്ലയുടെ ഭാഗങ്ങൾ ഈ ഭാഗങ്ങൾ ഒഴുകിപ്പോയിട്ട് അവിടെ നമ്മുടെ ഇവിടെ ഇപ്പം ദുരന്തം ഉണ്ടായത് വയനാട് പോലെ ആയി കഴിയുമ്പോൾ ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതായത് ഇതിന് മുൻപ് ഒരു ഗൗരവപൂർവമായ ഒരു ഇടപെടൽ ഇപ്പോൾ തന്നെ വേണം. അല്ല, ഇപ്പോൾ തന്നെ വേണം. ഗൗരവപരമായ ഒരു ഇടപെടൽ ഇപ്പോൾ തന്നെ നിലവിൽ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാരണമാണ്. പിന്നെ കേന്ദ്ര സർക്കാർ തമിഴ്നാടിന് ജലം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയും കൂടി മാനിച്ചുകൊണ്ട് വേണം ചെയ്യേണ്ടത്. എന്താ ചേട്ടാ? നമ്മുടെ പ്രകൃതി സർക്കാരിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയോ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ ഇടപെട്ട് നമ്മുടെ പ്രകൃതി ദുരന്തം, ഇപ്പോൾ ഉരുൾപൊട്ടലുകൾ, ഭൂമി കുലുക്കങ്ങൾ, ഇതൊക്കെ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു വിപത്തുണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ സർക്കാർ ഇടപെട്ട് പുതിയൊരു ഡാം നിർമ്മിക്കാൻ ഉള്ള നടപടി സ്വീകരിക്കുക, ജനങ്ങളുടെ ഭീതി ഒഴിവാക്കുക. ആവശ്യത്തിലധികം വെള്ളം കേരളത്തിലുള്ളത്, തമിഴ്നാട് നമുക്ക് ആവശ്യത്തിലേറെ വെള്ളം അവർക്ക് കൊടുക്കാൻ നമ്മൾ മനസ്സുള്ളവരാണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ട് അടിയന്തര പരിഹാരം എന്ന് തന്നെയാണ്. മഞ്ജുഷ, ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഈ മൂവാറ്റുപുഴയാറിന്റെ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ഇതാ ഏതാണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അതിശക്തമായ മഴയൊന്നും പെയ്തു നിൽക്കുന്ന ഒരു സാഹചര്യമല്ല. പക്ഷേ ഈ തീരത്തോട് വെള്ളം ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഡാം ദുരന്തമൊക്കെ ഉണ്ടായാൽ ഈ മനുഷ്യരുടെ അക്കരെയൊക്കെയുള്ള വീടുകൾ ഒരുപക്ഷെ കാണാൻ പറ്റുമായിരിക്കും. ഈ മനുഷ്യരുടെ ജീവിതം എന്താകുമെന്ന ആശങ്ക സ്വാഭാവികമാണ്. അതിപ്പോ ഏതെങ്കിലും ഒരു സുപ്രീം കോടതി റിപ്പോർട്ടോ ഏതെങ്കിലും ഒരു ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഈ പുതിയ കേരളത്തിലെ സാഹചര്യങ്ങൾ അത് വലിയ ആശങ്ക ആകുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് ഈ മനുഷ്യരെല്ലാവരും. ജനങ്ങളുടെ ആശങ്ക അടിസ്ഥാനമുള്ളത് തന്നെയാണ്. അവർ ഓരോ നിമിഷവും ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാവുന്ന പ്രദേശമാണ്, എന്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് മൂവാറ്റുപുഴയാറിലെ വെള്ളൂർ, ഈ ചെറുകര പാലം എന്ന് പറയുന്നത്. അവിടുത്തെ ആളുകൾ ഇപ്പോൾ മലങ്കര ഡാം തുറന്നുവിട്ട സമയത്തൊക്കെ അവർ അനുഭവിച്ച വളരെയധികം പ്രശ്നങ്ങൾ 2018 പ്രളയ സമയത്തുണ്ട്. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് അനുസരിച്ച് താഴെയുള്ള മറ്റ് ഡാമുകളുടെ ജലനിരപ്പും ക്രമീകരിക്കേണ്ടി വരും. ഡാമിന്റെ ഷട്ടറുകൾ അതനുസരിച്ച് തുറക്കേണ്ടി
തുറക്കേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അധികൃതർ തന്നെ ചിന്തിക്കണം. ആ രീതിയിൽ ചിന്തിക്കേണ്ടിയും വന്നിട്ടുണ്ട്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് നടത്തിക്കൊണ്ടും ഇരിക്കുന്നത്. ജനങ്ങളുടെ ആശങ്ക കൃത്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റു സ്ഥലങ്ങളിലേക്ക് മഞ്ജുഷ